മാംഗോ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് അത് എങ്ങനെ വേര് പിടിപ്പിച്ചെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് വേണ്ടതെന്ന് പറയുന്നത്, അതിനായിട്ട് ഇതേപോലെ ഒരു തവണയെങ്കിലും ഫ്രൂട്ട് ഉണ്ടായ ഒരു തണ്ടാണ് വേണ്ടത്. ഇതിനൊക്കെ ഫ്രൂട്ട് ഉണ്ടായ ഒരു തണ്ട് വേണം. ഇവിടെയും ഇതിലൊക്കെ ഫ്രൂട്ട് ഉണ്ടായതാണ്. ഇവിടെ എല്ലാം ഫ്രൂട്ട് ഉണ്ടായ തണ്ടാണ്. ഈ ഫ്രൂട്ട് ഉണ്ടായ ഇപ്പോൾ ഇതിൽ നിൽപ്പുണ്ട്, ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ തൽക്കാലം ഫ്രൂട്ട് ഇല്ല. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്തൊരു തണ്ടാണ് വേണ്ടത്. കുറച്ച് മുറ്റിയ തണ്ടാവാണ് എടുക്കേണ്ടത്. ഇത് കണ്ട, ഇതിലൊക്കെ ഫ്രൂട്ട് ഉണ്ടായതാണ്. ഇതൊക്കെ ഫ്രൂട്ട് ഉണ്ടായതാണ്. ഇത് നല്ല മുറ്റിയ തണ്ടാണ്. ഇത് കട്ട് ചെയ്താലും മതി നമുക്ക്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതിന് കട്ട് ചെയ്യുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നീളം എത്ര നീളത്തിൽ വേണം കട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ നിന്നിപ്പോൾ ഇവിടെ വെച്ച് കട്ടണമെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. പക്ഷേ അത് അങ്ങനെ കട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് കാലതാമസം ഉണ്ടാകും. ഫ്രൂട്ട് ഉണ്ടാകാൻ ഒരുപാട് കാലതാമസം ഉണ്ടാകും. പക്ഷേ അതേ സമയത്ത് നമുക്ക് ഈ ജോയിൻറ്റിലും കട്ട് ചെയ്യാം. പക്ഷേ അതേ സമയത്ത് നമ്മൾ ഇത്രയും നീളത്തിൽ ഇവിടെ നിന്നാണ് ഇതിൻ്റെ ശിഖരം വന്നിരിക്കുന്നത്. ഇവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് ഗ്രോത്ത് ഉണ്ടാവും. പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടായി അത് ഫ്രൂട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൂട്ട് ഉണ്ടായി കിട്ടും. കട്ട് ചെയ്യാൻ പോണത് ഈ തണ്ടാണെന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നാളെ വേര് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇതാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇതാണ് ഞാൻ വേര് പിടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഈ സ്റ്റെമ്മാണെന്ന് വേര് പിടിപ്പിക്കാൻ ഇട്ട് പോകുന്നത്. അത് ഞാൻ 2 പീസാക്കും. ഇത് ഇത്രയും വലിയ ലെങ്ത് ഉള്ളതാണ്. ഇത്രയും വലിയ ലെങ്ത് ഉള്ളത് നടുന്നില്ല. ഇത് ഞാൻ നേരെ 2 പീസാക്കാൻ പോവുകയാണ്. ഇങ്ങനെ 2 പീസ് ആക്കുവാണ്. അപ്പോൾ തണ്ട് നമ്മൾ മണ്ണിലേക്ക് നടാൻ പോവുകയാണ്. പക്ഷെ നടുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട്, അതുകൂടെ പറയാം. നമ്മൾ ഈ നടുന്ന ഭാഗം ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കണം. മണ്ണിലേക്ക് നടുന്ന ആ ഭാഗം ഒന്നും കൂടി ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കണം. ഷാർപ്പ് ചെയ്ത് അതിനകത്ത് ഒരു തണ്ട് കാണാൻ പറ്റും. ആ തണ്ടൊന്ന് പുറത്ത് വരുന്നവരെ ജസ്റ്റ് ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഷാർപ്പ് ചെയ്യുന്നത് വേറെ ഒന്നിനുമല്ല, നമുക്ക് വേര് പെട്ടെന്ന് പുറത്തേക്ക് വരാനാണ്. വേരിൻ്റെ ഗ്രോത്ത് വരാൻ വേണ്ടിയാണ്. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കറ്റാർ വാഴ ഒന്ന് തേച്ച് കൊടുക്കണം. കറ്റാർ വാഴ നടുന്നതിൻ്റെ ഭാഗത്തുനിന്ന് കറ്റാർ വാഴ ജസ്റ്റ് ഒന്ന് നല്ലോണം തേച്ച് കൊടുക്കണം. എന്ന് വെച്ചാൽ ഈ കുറച്ച് പെട്ടെന്ന് വേര് ഉണ്ടാവാനും തന്നെ അതിനും പെട്ടെന്ന് വേരുണ്ടാവാനും, പിന്നെ ഈ മണ്ണിലുള്ള ഈ കീടങ്ങളൊന്നും അതിനെ ആക്രമിക്കാതിരിക്കാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ ഈ മണ്ണിൽ നമ്മൾ ചകിരിച്ചോറ് മിക്സ് ചെയ്താണ് മണ്ണ് എടുത്തിരിക്കുന്നത് നടാനായിട്ട്, വേര് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ അത് ഇങ്ങനെ കുത്തി വയ്ക്കണം. ജസ്റ്റ് ഒരുപാട് അങ്ങ് താത്തരുത്. മണ്ണിലേക്ക് ഒരുപാട് താത്താൻ പാടില്ല. ജസ്റ്റ് മേളിൽ വയ്ക്കുകയേ ചെയ്യുള്ളൂ. വെച്ചിട്ട് നല്ല കുറച്ച് വെയിൽ തട്ടുന്നിടത്തോട്ട് വെച്ചാൽ മതി. മഴ നനയാൻ പാടില്ല. കുറച്ച് വെയിൽ തട്ടെടുത്ത് വെച്ചാൽ മതി. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രൂട്ട് പിടിച്ച തന്നെ നിങ്ങൾ തണ്ട് തന്നെ എടുക്കാൻ ശ്രമിക്കണം. അല്ലാതെ തണ്ടെടുത്തിട്ട് കാര്യമൊന്നുമില്ല, അത് പിടിക്കത്തില്ല. അതിൽ ഫ്രൂട്ട് പിടിക്കത്തില്ല. പക്ഷേ അത് വളരും. തണ്ട് വളർന്ന് വലുതാവും, പക്ഷേ ഫ്രൂട്ട് പിടിക്കത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് തണ്ട് കട്ട് ചെയ്യുന്ന ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞിട്ട് മാത്രമേ തണ്ട് കട്ട് ചെയ്യാവുള്ളൂ. എന്ന് വെച്ചാൽ നവംബർ വരെയാണ് ഈ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് തണ്ട് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടുകാർക്കും നിങ്ങളെ എല്ലാ ബന്ധുക്കൾക്കും എല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യണം വീഡിയോ. ആരും കണ്ടു മാത്രം പോകരുത്. എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇത് എല്ലാവരും കണ്ടു മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.